ഹലോ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ ബോട്ട്. ആദ്യം തന്നെ പറയട്ടെ, ചാനലിൻ്റെ പേര് ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി പേപ്പർ ബോട്ട് എന്നാക്കിയിട്ടുണ്ട്. ഈ സ്വഭാവം ഞാനിതിൻ്റെ മുന്നേ ഒന്ന് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ടിൻ്റെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. നിങ്ങളാരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. വേറൊന്നുമല്ല, ഒന്നും ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇനിയിപ്പോൾ മാറ്റില്ല എന്ന് വിചാരിക്കുന്നു. പേപ്പർ ബോട്ട് കുഴപ്പമില്ല. ഞാൻ ഈ ഒരു പേര് കൊടുക്കാനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മളെല്ലാവരും ക്രാഫ്റ്റ് ആർട്ട് എന്നൊക്കെ പറയുമെങ്കിലും ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? പേപ്പർ ബോട്ട് ഉണ്ടാക്കുക. ഇത് നമ്മളെല്ലാവരും ഫസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു ക്രാഫ്റ്റാണ്. നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ 1ാം ക്ലാസ്സിലെയോ എങ്ങനെയോ നമ്മൾ പോലും അറിയാതെ എപ്പോഴോ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ പേപ്പർ ബോട്ട്. അതുകൊണ്ട് അതെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ പേരിട്ടത്. ഒരുപാട് ചാനലിന് ഈ പേരുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല. എനിക്ക് എന്തായാലും ഈ പേപ്പർ ബോട്ട് ഓക്കെയാണ്. ഇനി ഞാൻ മാറ്റുണ്ടാവില്ല എന്ന് തോന്നിയപ്പോൾ ഇട്ട പേരാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം ഈ വീഡിയോ ഞാനിതിട്ട് മുന്നേ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അധികം പേരൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ കരുതി ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതാണേ. പിന്നെ ഇന്നത്തെ വീഡിയോയിലുള്ള സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് ക്രാഫ്റ്റ് സപ്ലൈസ് വാങ്ങിച്ചു. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള മിനിമം ചാർജ് എത്തിക്കാൻ വേണ്ടി വേറെ കുറച്ച് ചില്ലറ സാധനങ്ങളും കൂടി വാങ്ങിച്ചു. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചത് ഈ ക്യൂട്ടായിട്ടുള്ള പെന്ന്. 60 രൂപയ്ക്ക് വാങ്ങിച്ച പെന്നാണ്. 60 രൂപയ്ക്കൊക്കെ ഇത് ഉണ്ടോ എന്നപ്പോൾ ഞാൻ സംശയിക്കുന്നു. എന്തായാലും വേണ്ടിയില്ല, പെന്നും ബുക്കും റെഡിയായി ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി ജേർണൽ വീഡിയോസൊക്കെ ഇനി വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷെ എൻ്റെ മടി കാരണം ഇതിങ്ങനെ നീണ്ടു പോവാം. വേറൊന്നുമല്ല, ഈ ലോങ് വീഡിയോ എടുക്കാൻ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ അത് അപ്ലോഡ് ചെയ്യാൻ, അതിന് മുന്നേ ഉള്ള ഈ എഡിറ്റിങ്, അതെനിക്ക് ഭയങ്കര മടിയാണ്. എന്താണെന്നറിയില്ല. ഇത് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് ഇതിൽ സോങ്ങൊക്കെ ആഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യം. പക്ഷേ ഇതിനേക്കാളും ബുദ്ധിമുട്ട് ശരിക്ക് ഷോർട്സ് വീഡിയോസ് എഡിറ്റ് ചെയ്യാനല്ലേ. കാരണം ഈ 10 മിനിറ്റുള്ള വീഡിയോ ചുരുക്കി 15 സെക്കൻഡും 30 സെക്കൻഡും ആക്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എന്തൊരു പാടാണ്. പക്ഷെ അത് ഞാൻ എഡിറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഷോർട്ട് വീഡിയോസിന് ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരുപാട് പേര് കാണും. അപ്പോൾ 1000 ആൾ കണ്ടു, 2000 ആൾ കണ്ടു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം അതെനിക്ക് ലോങ് വീഡിയോ ഇടുമ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോസ് വേഗം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതും ലോങ് വീഡിയോസ് അങ്ങനെ കുറേ കാലം ഗാലറി കിടക്കുന്നതും. പക്ഷെ ഞാനൊരു കാര്യം മനസ്സിലാക്കി, ഈ ഷോർട്ട് വീഡിയോസ് അതുപോലെ ഇൻസ്റ്റഗ്രാം റീൽസ് ഇതൊക്കെ ശരിക്കും നമ്മുടെ ബ്രെയിനിനെ വെച്ച് കളിക്കുകയല്ലേ. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? നമുക്ക് പെട്ടെന്ന് ആ വീഡിയോ കണ്ടു തീർക്കണം, നമുക്ക് പെട്ടെന്ന് അത് തീരണം, റിസൾട്ട് പെട്ടെന്ന് കിട്ടണം. എല്ലാം ക്ഷമ നശിക്കുന്ന പോലത്തെ കാര്യങ്ങളല്ലേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഷോർട്ട് വീഡിയോസ് ചെയ്യാം, പക്ഷെ അതുപോലെ തന്നെ ഞാൻ ലോങ് വീഡിയോസ് കോൺസെൻട്രേറ്റ് ചെയ്യാം. സോഫ്റ്റായിട്ട്, കാമായിട്ട്, ക്വയറ്റായിട്ട്, സ്ലോ ആയിട്ട് ചെയ്യുന്ന വീഡിയോസിനും അതിൻ്റേതായ ഭംഗിയുണ്ട്. എന്തായാലും അപ്പോൾ ഇനി കുറച്ച് ലോങ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നു നിങ്ങൾ പ്രതീക്ഷിച്ചോ. പിന്നെ നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ട്രീസേഴ്സ് വാങ്ങിച്ചു, കുറച്ച് സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചു, കുറച്ച് ഫ്രെയിംസ് വാങ്ങിച്ചു. അങ്ങനെ ജേർണലിന് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ജേർണൽ സപ്ലൈസ് വാങ്ങിക്കുന്നത്. അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ട സംഭവങ്ങളാണ്. അപ്പോൾ എനിക്ക് കണ്ടിട്ട് ഇതൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഞാൻ ഇതിനു വേണ്ടി വലിയൊരു എമൗണ്ടൊന്നും ചിലവാക്കിയിട്ടില്ല. ചെറിയ എമൗണ്ടിൽ കിട്ടിയപ്പോഴാണ് വാങ്ങിച്ചത്. ഇതിന് മുന്നേ ഒരുപാട് ആമസോണിലും വേറെ ഒരുപാട് സൈറ്റുകളിലൊക്കെ നോക്കിയപ്പോൾ ഇതിൻ്റെ വില എനിക്ക് അങ്ങോട്ട് ഒക്കാത്തതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാണ്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം എനിക്കിത് ഓക്കെ, ഈ വിലക്കുള്ളതുണ്ട് എന്ന് തോന്നിയപ്പോഴാണ് ഞാനിതൊക്കെ വാങ്ങിച്ചത്. ഞാൻ ഇതുവരെ ചെയ്ത വീഡിയോകളിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ ചാനലിലിപ്പോൾ 2900
എത്രയോ സബ്സ്ക്രൈബേഴ്സായി. എനിക്ക് തോന്നുന്നു ഇനി ഒരു 50 ആളും കൂടി ആയാൽ നമുക്ക് 3K സബ്സ്ക്രൈബേഴ്സ് ആവാം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 3K ആവാം. ഒരു 3K സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കൊരു ഗീവ് അവേ ഒക്കെ ചെയ്യാമല്ലോ. പിന്നെ ഇപ്പം ഞാൻ ഈ തുറക്കുന്ന സാധനം എന്താണെന്നറിയോ, നമ്മുടെ പാൻറ്റൊക്കെ ടൈറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹുക്ക് ആൻഡ് ക്ലിപ്പാണ് കേട്ടോ. പക്ഷെ കാണുമ്പോൾ ഇതൊരിക്കലും ഒരു സേഫ്റ്റി പിന്ന് കുത്തി വെക്കുന്ന പോലെ തോന്നില്ല. കുറച്ച് ലുക്കുള്ള സേഫ്റ്റി പിൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന സാധനങ്ങളൊക്കെ പറയാൻ മറന്നു പോകുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്റ്റിക്കേഴ്സാണ്. ഒരു 50 പീസ് സ്റ്റിക്കേഴ്സിൻ്റെ ഒരു പാക്കറ്റാണത്. നമുക്കിനി ഓരോരോ വീഡിയോസിലായി ചെയ്യുമ്പോൾ ഒക്കെ അതിൻ്റെ കാണാമല്ലോ. പിന്നെ കുറച്ച് ഫ്രെയിംസ്, അതുപോലെ ഒരു മാൻസ്ക്രിപ്റ്റ്, പിന്നെ അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. പക്ഷേ ഈ വാങ്ങിച്ചതിലെല്ലാം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ കൂടെ എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ഈ ട്വീസേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ സ്റ്റിക്കേഴ്സ് എല്ലാം പറിച്ചെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് ആക്ച്വലി എന്തിനാ? എനിക്കതുകൊണ്ട് സ്റ്റിക്കേഴ്സ് അങ്ങനെ പറഞ്ഞു പോരുന്നൊന്നുമില്ല. പക്ഷെ അതിന് ഇനി വേറെ എന്തെങ്കിലും പേർപ്പസ് ഉണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഈ സ്റ്റിക്കേഴ്സും സംഭവങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സൊന്നും കിട്ടിയിട്ടില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്തെല്ലാം ഉണ്ടായിരുന്നു മറ്റേ ജിങ്കാല ടൈപ്പ് ഓഫ് സ്റ്റിക്കേഴ്സായിരുന്നു. ഫുള്ള് കളറൊക്കെ ആയിട്ട് ഒരു സൈഡിലേക്ക് തിരിക്കുമ്പോൾ ഒരു കളർ, ഒരു സൈഡിലേക്ക് തിരിക്കുമ്പോൾ ഒരു കളർ എന്നൊക്കെ പറയുക, അതുപോലത്തെ സ്റ്റിക്കേഴ്സ് കിട്ടും. അല്ലാണ്ട് ഇപ്പോഴത്തെ പോലെ ഭയങ്കര പിൻട്രസ്റ്റി എസ്തെറ്റിക് വൈബ് സ്റ്റിക്കേഴ്സൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പിൻട്രസ്റ്റി സംഭവങ്ങളൊന്നും എന്താണെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. ഇനി എൻ്റെ ഫ്രണ്ട്സിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസാണോ ഇഷ്ടം, അതോ ഗിഫ്റ്റിൻ്റെ വീഡിയോസാണോ ഇഷ്ടം, അതോ പെയിൻറ്റിങ്ങും, ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ എല്ലാം കൂടെ ചെയ്യുമ്പോൾ പലർക്കും പലതായിരിക്കും ഇഷ്ടം. അപ്പോൾ മെജോറിറ്റി ആൾക്കാർക്ക് എന്ത് ഇഷ്ടപ്പെടുന്നോ ആ വീഡിയോസ് നമുക്ക് ചെയ്യാം. പിന്നെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരുപാട് കാലമായി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2022 തുടങ്ങിയ ചാനലാണ്. ഇപ്പോൾ ഒരുപാട് വർഷമായി. പക്ഷേ ഇതുവരെ ഗ്രോത്ത് ഉണ്ട്, ഓക്കെ, സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുന്നുണ്ട്. പക്ഷേ എൻ്റെ മടി കാരണമാണെന്ന് തോന്നുന്നു ഒന്നും അങ്ങോട്ട് സെറ്റാവുന്നില്ല. ഞാൻ കുറച്ച് വീഡിയോ ഇടും, പിന്നെ വലിയൊരു ബ്രേക്ക് എടുക്കും, പിന്നെ അടുത്തൊരു മോട്ടിവേഷൻ കയറുമ്പോൾ കുറച്ച് വീഡിയോ ഇടും. നിങ്ങളാരെങ്കിലും ഇതുപോലെ ഉണ്ടോ? ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് നമ്മുടെ ഈ മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒന്ന് സെറ്റാക്കിയാലോ. ഇപ്പോൾ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഇടുന്നത്, പഠിക്കുന്നവർക്ക് പഠിക്കുന്നത്, എന്താണോ നിങ്ങൾക്ക് മടിയുള്ള കാര്യം അത് മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നമുക്കൊന്ന് മാറ്റാൻ ശ്രമിച്ചു നോക്കിയാലോ. ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് ഇതിന് വേണ്ടിയുള്ള എന്തെങ്കിലുമൊക്കെ ടിപ്സൊക്കെ പറഞ്ഞ് നമ്മുടെ മടിയൊക്കെ മാറ്റി നമ്മൾ ഡെയിലി ഒരു പെർട്ടിക്കുലർ ടൈം നമുക്ക് ഏറ്റവും മടിയുള്ള കാര്യം എന്താണോ അത് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചാലോ. ചിലർക്ക് പ്രാർത്ഥിക്കാൻ മടിയായിരിക്കും, ചിലർക്ക് ഹോംവർക്ക് എഴുതാൻ മടിയായിരിക്കും, അതുപോലെ ചിലർക്ക് എന്നെപ്പോലെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ മടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ബാക്കി എല്ലാ സമയവും നമുക്കിഷ്ടമുള്ള എന്തും ചെയ്യാം. പക്ഷേ ഒരു 1 hour ഇതിനു വേണ്ടി മാറ്റിവെക്കാം. ഈ മടിയുള്ള കാര്യം, ഏറ്റവും മടിയുള്ള കാര്യം, അന്നത്തെ ഒരു ദിവസത്തിൽ നമ്മൾ ഏറ്റവും മടി പിടിക്കുന്ന കാര്യം എന്താണോ അത് ചെയ്യാൻ വേണ്ടി ഒരു 1 hour മാറ്റിവെക്കാം. ബാക്കി സമയം ഒന്നും വേണ്ട. അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മുടെ ഒരുപാട് പണികൾ പെട്ടെന്ന് തീരില്ലേ. എനിക്കൊക്കെ ഉണ്ട് അസൈൻമെൻറ്റ് ചെയ്യാനുണ്ടാവും, പക്ഷെ ചെയ്യാനുള്ള മടി കാരണം അതങ്ങനെ ആലോചിച്ച് ചെയ്യണമല്ലോ എന്ന് കരുതി ബാക്കിയുള്ള സമയവും വേറെ ഒന്നും ചെയ്യില്ല. എന്നിട്ട് അവസാന നിമിഷത്തിൽ ഇത് അസൈൻമെൻറ്റ് എന്തൊക്കെയോ ചെയ്ത് വെക്കേണ്ട ആവശ്യം വരും. അപ്പോൾ അതിന് പകരം ബാക്കിയുള്ള സമയമൊന്നും നമ്മൾ ചിന്തിക്കേണ്ട, നമുക്കൊരു സമയം ഇതിന് വേണ്ടി മാറ്റിവെക്കാം. എന്ന് വെച്ചാൽ ഡെയിലി ഒരു 8 മണി to 9 മണിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയം, ഒരു 1 hour അത് ഇതിന് വേണ്ടി. അപ്പോൾ ആ സമയത്ത് മാത്രം നമ്മളിത് ചിന്തിച്ചാൽ മതി. ഇനിയിപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്തില്ലെങ്കിൽ കൂടെ നമ്മൾ ആ ദിവസത്തിലെ ആ 1 മണിക്കൂർ മാത്രം നമുക്ക് വേസ്റ്റ് ആയ പോലെ തോന്നുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മളിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെപ്പോഴും ആക്റ്റീവായി പോസിറ്റീവായിട്ടിരിക്കുകയും ചെയ്യും.
ഈ സ്റ്റിക്കേഴ്സ് അതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഡ്രൈ ഫ്ലവേഴ്സിൻ്റെ പോലത്തെ സ്റ്റിക്കേഴ്സാണ്. സൈസ് കുറച്ച് ചെറുതാണെങ്കിലും നല്ല ലുക്കുണ്ട്. ഞാനിതിൻ്റെ ജേർണൽ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അതുകൊണ്ട് എനിക്കറിയാം. ഞാൻ ആ വീഡിയോ നെക്സ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട് പേർക്ക് സമ്മർ വെക്കേഷനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്ലാൻസ് എന്തൊക്കെയാണ്? സമ്മർ വെക്കേഷൻസിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹം? എനിക്കിതൊക്കെ അറിയണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ സന്തോഷം. പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് അതുപോലെ പേര് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി നിങ്ങളുടെ എല്ലാവരുടെയും പേര് എഴുതി, പക്ഷേ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. എനിക്കതിൽ ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് അപ്ലോഡ് ചെയ്യാം. പക്ഷേ ഈ പേരുകളൊക്കെ ഞാൻ എന്തായാലും ഒന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്റ്റൈൽസിലും ഫോൺസിലും എഴുതിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ എല്ലാവരുടെ പേരും കൂടെ എടുത്ത് ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു. പക്ഷേ ഇത് എഴുതുന്ന സമയത്തൊന്നും ഞാൻ ക്യാമറ ഓണാക്കിയില്ല. അതെല്ലാം കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഞാൻ ക്യാമറ ഓണാക്കിയിട്ടില്ല. ലാസ്റ്റ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. എനിക്ക് ഭയങ്കരമായി സങ്കടമായി. പക്ഷെ നിങ്ങളെ ഞാൻ സങ്കടപ്പെടുത്തില്ല. ഞാൻ എന്തായാലും ഇതെല്ലാം ഇനിയും എഴുതും. ഇനിയും നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യും. ഷോർട്സ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്തായാലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ വാങ്ങിച്ച സപ്ലൈസ്. അതിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ വിചാരിച്ചു ഈ 50 പേജസിലും 25 പേജസിലും പല പല പിക്ചേഴ്സ് ആയിരിക്കും. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ പേജും സെയിം പോലെ ഉണ്ടായിരുന്നു. അപ്പം അതൊന്നും അത്ര ആവശ്യമില്ല. അതുമാത്രം. ബാക്കി ഒരുവിധ സാധനങ്ങളൊക്കെ നല്ലതാണ്. ഈ ഒരു സാധനം നമുക്ക് ടൈറ്റുള്ള പാൻറ്റ് ലൂസാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എലാസ്റ്റിക് ടൈപ്പ് ബട്ടനാണ്. അപ്പോൾ ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കണ്ടപ്പോൾ വാങ്ങി വെച്ചതാണ്. പെട്ടെന്ന് ആവശ്യം വരുന്ന സാധനങ്ങളാണ് ഈ വക സാധനങ്ങളൊക്കെ. നമ്മളെപ്പോലത്തെ ക്രാഫ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സംഭവമാണ് ഇത്. ചുമരിൽ ആണി അടിക്കേണ്ട, ജസ്റ്റ് ഈ സ്റ്റിക്കർ ഒട്ടിച്ചാൽ മതി. ആണിയുടെ സെയിം ഒരു നെയിലിൽ സെയിം എഫക്റ്റാണ് ഇതിന് കിട്ടുക. ഫ്രെയിമൊക്കെ കൊളുത്താൻ വേണ്ടിയിട്ടൊക്കെ ഞാനിതിൻ്റെ ഹുക്ക് ടൈപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹുക്ക് ടൈപ്പിൽ എന്താണെന്ന് വെച്ചാൽ അത് കുറച്ചിങ്ങനെ പുറത്തേക്ക് നിൽക്കും. അപ്പോൾ ഫ്രെയിമൊക്കെ വീഴാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. ഇതാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചുമരിൽ ആണി അടിക്കുമ്പോൾ കിട്ടുന്ന എഫക്റ്റ് എന്താണോ ആ സെയിം എഫക്റ്റാണ്. എനിക്ക് എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ സൈഡ് ഇതുപോലെ ഒരു പിൻട്രസ്റ്റി വാളാക്കി ഒരു പിൻട്രസ്റ്റി കോർണർ ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അവിടെ കുറച്ച് ഫെയറി ലൈറ്റ്സ് മാത്രം ഒട്ടിച്ച് വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് നല്ല ഫ്രെയിംസ് എല്ലാം ഉണ്ടാക്കണം. നല്ല ഫോട്ടോസ് എല്ലാം ഒട്ടിച്ച് നല്ല സെറ്റാക്കണമെന്നുണ്ട്. വരുന്ന വീഡിയോസിൽ നമുക്ക് കാണാം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ഇത്രയൊക്കെയാണുള്ളത്. ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച സപ്ലൈസ്. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും യൂസും റിവ്യൂസൊക്കെ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് ഷെയർ.